നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം വീണ്ടും ശക്തമായ മഴയുടെ പിടിയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഴയുടെ ശക്തി ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നത്. പല പ്രദേശങ്ങളിലും റോഡുകൾ വെള്ളത്തിനടിയിലായി, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മലനിരകളിൽ മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിച്ചതോടെ നിരവധി സ്ഥലങ്ങളിൽ യാത്രാ നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളും നിലവിലുണ്ട്. കാലാവസ്ഥാ വകുപ്പ് ചില ജില്ലകളിൽ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴ, മണിക്കൂറുകൾക്കുള്ളിൽ വലിയ അളവിൽ വെള്ളം ലഭിക്കാനുള്ള സാധ്യത, മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ എന്നിവ മുന്നിൽ കണ്ട് ജില്ലാ ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ ഇന്ന് മഴ കുറയും. അതേസമയം വെള്ളിയാഴ്ച മുതൽ വീണ്ടും ശക്തമായ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. തീവ്രമഴ കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. നാളെ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മഴക്കെടുതി നേരിടാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നും 5-ാം തീയതി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി തുടരുകയാണ്. ശക്തി കൂടിയ ന്യൂനമർദ്ദം തെക്ക് കിഴക്കൻ രാജസ്ഥാനിനു മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഇത് അടുത്ത 24 മണിക്കൂറിനിടെ തെക്കൻ രാജസ്ഥാൻ പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറ്, വടക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ക്രമേണ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത. കേരളത്തിൽ 5 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഞായറാഴ്ചയും ബുധനാഴ്ചയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് 10 വീടുകൾ പൂർണ്ണമായും 107 വീടുകൾ ഭാഗികമായും തകർന്നു. വിവിധ അപകടങ്ങളിൽ കാണാതായ 7 പേർക്കായി തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് 197 ക്യാമ്പുകളിലായി 5247 പേർ. തളിപ്പറമ്പ്, ഇരിട്ടി സംസ്ഥാന പാത, ശ്രീകണ്ഠപുരം, പയ്യാവൂർ റോഡ്, ചെങ്ങളായി, തവറൂർ, കൊയ്യം റോഡ്, രാജഗിരി, ജോസ്ഗിരി റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ് ഇന്നലെ കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ഫ്രീമാൻ എന്നയാളുടെ മൃതദേഹമാണ് കണ്ണാന്തുറയിൽ നിന്നും കണ്ടെത്തിയത്. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. കനത്ത കാറ്റിലും മഴയിലും പെട്ട് ഇന്നലെയാണ് വള്ളം മറിഞ്ഞത്. ഇതേസമയം ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അടുത്ത 3 മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം വേങ്ങരയിൽ പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ വീട് തകർന്നുവെങ്കിലും 6-അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓട്ടോ ഡ്രൈവർ വേങ്ങര പെരണ്ടക്കൽ സ്വദേശി സമീറിന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത്. കോഴിക്കോട് ജില്ലയിലെ പുനൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നുവെന്ന് റിപ്പോർട്ട്. കൊടുവള്ളിക്ക് സമീപം കിഴക്കോത്ത് കച്ചേരിമുക്കിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, കോച്ചിംഗ് ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങി ഞായറാഴ്ചകളിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. അട്ടപ്പാടിയിൽ വനം വകുപ്പ് റേഞ്ച് ഓഫീസിലെ ജീപ്പ് ഷെഡിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണ് ജീപ്പും ഷെഡും തകർന്നു. ആർക്കും പരിക്കില്ല. കാസർഗോഡ് നീലേശ്വരത്ത് തേജസ്വിനി പുഴ കരകവിഞ്ഞു. 100ഓളം വീടുകളിൽ വെള്ളം കയറി. ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. ഇടുക്കിയിൽ നീരൊഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ 4 അണക്കെട്ടുകൾ തുറന്നു. കല്ലാർകുട്ടി, കല്ലാർ, പാമ്പ്ള, മലങ്കര ഡാമുകളാണ് തുറന്നത്. ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിൽ ഇന്നലെ ഒറ്റ ദിവസം കൂടിയത് 9 അടി വെള്ളമാണ്. 2339.62 അടിക്ക് മുകളിലാണ് ഇപ്പോൾ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2376.20 ഉണ്ടായിരുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.7 അടി മാത്രമാണ്. ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പ്രവേശന വിലക്കും രാത്രി യാത്ര നിരോധനവും തുടരുകയാണ്. കുമളി പൂപ്പാറ സംസ്ഥാന പാതയിൽ പുളിയൻമലയ്ക്ക് സമീപം വീണ മരം മുറിച്ചു നീക്കുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അലർട്ട് തുടരുന്നു. കല്ലാർകുട്ടി, കല്ലാർ, പാമ്പ്ള, മലങ്കര ഡാമുകൾ തുറന്ന് വെള്ളം ഒഴുക്കുന്നു.
വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനമില്ല. രാത്രിയാത്ര നിരോധനം തുടരുന്നു. പലയിടങ്ങളിലും ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഇടുക്കിയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേർ ഉണ്ട്. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും ആശയവിനിമയം തുടരുകയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്നലത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞത് ആശ്വാസകരമാണ്. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 8 പേരെ കാണാതായിട്ടുമുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കും. മലയോര മേഖലകളിൽ ജാഗ്രത തുടരുന്നു. മഴയുടെ അളവ് കുറഞ്ഞുവെങ്കിലും ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തുണ്ട്. ഏത് ആവശ്യത്തിനും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം 2018 വീണ്ടും ആവർത്തിക്കുമോ എന്നാണ്. ഈ ചോദ്യം സ്വാഭാവികമാണ്. കാരണം 2018 മഹാപ്രളയം മലയാളികൾക്ക് ഇന്നും മറക്കാൻ കഴിയാത്ത ദുരന്തം തന്നെയാണ്. ഓഗസ്റ്റ് 1 മുതൽ 19 വരെ കേരളത്തിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ വളരെയധികം, അതായത് 758.6 മില്ലിമീറ്റർ മഴ പെയ്തു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി അണക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രധാന ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. 483-ലധികം ആളുകൾ മരണപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അസാധാരണമായ കനത്ത മഴയും അണക്കെട്ടുകൾ തുറന്നുവിട്ടതുമാണ് പ്രളയത്തിന് കാരണമായത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. നദികൾ കരകവിഞ്ഞൊഴുകി. അണക്കെട്ടുകൾ നിറഞ്ഞതോടെ പലതിലും ഒരേ സമയം വെള്ളം തുറന്നുവിടേണ്ടി വന്നു. മലമ്പ്രദേശങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചിലുകളും ഉണ്ടായി. ഈ ഘടകങ്ങളെല്ലാം ഒന്നിച്ചെത്തിയപ്പോഴാണ് മഹാപ്രളയം രൂപപ്പെട്ടത്. ഇനി ഒരു 2018 ആവർത്തിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സർക്കാർ എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മഴ ശക്തമാണെങ്കിലും സ്ഥിതിഗതികൾ അത്ര രൂക്ഷമല്ല. ചില ജില്ലകളിൽ വളരെ ഉയർന്ന മഴയാണ് രേഖപ്പെടുത്തുന്നത്. നദികളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ചില അണക്കെട്ടുകളിൽ ജലനിരപ്പ് വർദ്ധിക്കുന്നതും നിരീക്ഷണത്തിലാണ്. അതിശക്തമായ മഴ തുടർന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സാഹചര്യം മാറാൻ കഴിയും. ചെറുനദികൾ പെട്ടെന്ന് കരകവിഞ്ഞേക്കാം. മലവെള്ളപ്പാച്ചിലുണ്ടാകാം. മണ്ണിടിച്ചിൽ സാധ്യത ഉയരും. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാകാം. റോഡ് ഗതാഗതം തടസ്സപ്പെടാം. അതുകൊണ്ടാണ് അടുത്ത 24 മുതൽ 48 മണിക്കൂർ വരെ പ്രത്യേക ജാഗ്രത നിർദ്ദേശിക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറേണ്ടതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കണം. ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം.
ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വയ്ക്കണം. റെഡ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെടുത്ത കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ, തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞു വെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണം. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, നടപടികൾ എന്നിവ ഗവൺമെൻറ് ലിങ്കിൽ നിന്ന് ലഭ്യമാണ്. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുൻപ് വൈദ്യുതി അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEBയെ അറിയിക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24x7 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 അല്ലെങ്കിൽ 1070 എന്ന ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.